ശബരിമല മകരവിളക്ക് നാളെ. സന്നിധാനത്ത് ഭക്തജന തിരക്ക് കൂടിയതോടെ നിയന്ത്രണങ്ങൾ കർശനമാക്കി. നാളെ വെർച്വൽ ക്യൂ വഴി 30,000 പേർക്കും സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 പേർക്കും മാത്രമാണ് പ്രവേശനം. കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട്. അർജുൻ മട്ടന്നൂരിന്റെ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന്. അർജുൻ, ഗുഡ് മോർണിംഗ്. ശബരിമല മകരവിളക്കുമായി ബന്ധപ്പെട്ട് ഭക്തലക്ഷങ്ങളെ വരവേൽക്കാനുള്ള സജ്ജീകരണങ്ങൾ സന്നിധാനത്ത് എവിടെ വരെ എത്തി? എന്തൊക്കെ നിയന്ത്രണങ്ങൾ? ഗുഡ് മോർണിംഗ്. ശബരിമലയിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. നാളെയാണ് മകരവിളക്ക്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് നിരവധി ഭക്തരാണ് ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കർശനമായ നിയന്ത്രണങ്ങളാണ് ശബരിമലയിൽ ഇന്നും നാളെയും അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിലും ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും ഭക്തജന തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി കൃത്യമായി തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് വെർച്വൽ ക്യൂ വഴി 35,000 പേർക്ക് മാത്രമേ ദർശനം സാധ്യമാകൂ എന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 പേരെയും ഇന്ന് അനുവദിക്കും. അത്തരത്തിൽ പരമാവധി 40,000 പേരെ മാത്രമേ ഇന്ന് സന്നിധാനത്തേക്ക് അനുവദിക്കുകയുള്ളൂ. നാളെയാണ് കൂടുതൽ ശക്തമായ കർശന നിയന്ത്രണങ്ങൾ ഉള്ളത്. നാളെ 30,000 പേരെ വെർച്വൽ ക്യൂ വഴിയും അതോടൊപ്പം തന്നെ 5,000 പേരെ സ്പോട്ട് ബുക്കിംഗ് വഴിയും അനുവദിക്കും. അതിൽ കൂടുതൽ ഭക്തരെ അനുവദിക്കരുത് എന്ന് ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശങ്ങളുമുണ്ട്. രാവിലെ 10 മണിവരെ മാത്രമേ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് തീർത്ഥാടകരെ കയറ്റിവിടുകയുള്ളൂ. അതിനുശേഷം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് 11 മണിക്ക് ശേഷം ആരെയും കയറ്റിവിടില്ല എന്നും നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയുടെ കർശനമായ നിയന്ത്രണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് താനും. എന്തായാലും അതോടൊപ്പം തന്നെ കർശനമായ സുരക്ഷ, പ്രത്യേകിച്ച് കൂടുതൽ പോലീസ് സേനയെ അടക്കം വിന്യസിച്ചിട്ടുണ്ട്. മറ്റ് സന്നിധാനത്തേക്കുള്ള മറ്റ് പ്രധാനപ്പെട്ട വഴികളിലും കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. നാളെ വൈകിട്ടാണ് മകരജ്യോതി തെളിയുക. സ്വാഭാവികമായും പുല്ലുമേടിൽ പരമാവധി 5,000 ഭക്തരെ മാത്രമേ അനുവദിക്കാവൂ എന്ന നിയന്ത്രണങ്ങളുമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് വഴി, അതായത് എരുമേലി വഴിയുള്ള വഴികളിലൊക്കെ തന്നെ 1,000-1,500 പേരൊക്കെ മാത്രമേ അനുവദിക്കാവൂ എന്ന് വനംവകുപ്പിനും നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വന്ന പല തീർത്ഥാടകരും ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ തിരക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് വലിയ കൂടുതൽ പോലീസ് സേനയടക്കം വിന്യസിച്ചിട്ടുള്ളത്. മകരവിളക്കിനോടനുബന്ധിച്ച് കർശനമായ നിയന്ത്രണങ്ങളാണ് സന്നിധാനത്ത് ഏർപ്പെടുത്തിയത്. നാളെ വൈകിട്ട് ശബരിമലയിൽ മകരജ്യോതി തെളിയും. വിവരങ്ങളാണ് അർജുൻ മട്ടന്നൂർ നൽകിയത്.